ഹലോ കുട്ടീസ്. അപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കൂടി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇതെനിക്ക് വൈകിട്ടാകുമ്പോൾ എവിടെയെങ്കിലും പോകണമെന്നും പറഞ്ഞ് ബഹളം ഒഴിക്കോള്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പോയേക്കാന്ന് ഓർത്ത്. പിന്നെ ഇനിയിപ്പോൾ ശനി ഞായറും അല്ലേ വന്നെ, അപ്പോൾ പഠിക്കാൻ അടുത്ത ദിവസം ഇരുന്ന് പഠിച്ചാലും മതിയല്ലോ. അപ്പോൾ പിന്നെ ചേട്ടനും പറഞ്ഞ് എന്നാൽ പോവാന്ന്. അപ്പോൾ ഞങ്ങളിതേ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ടിട്ടോ. അപ്പോൾ അവൾക്ക് താറ്റയൊക്കെ കൊടുത്തിട്ട് പോകും ഞങ്ങൾ. ഇതെനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. അപ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയൊരു പാർക്കുണ്ട്, അവിടേക്കാണ് ഈ പോക്ക്. അവിടെ അധികം സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് സാധനങ്ങളുള്ളത് വെച്ചിട്ട് ഇതെങ്കിൽ അവിടെ ഇരുന്ന് കളിച്ചോളും. പിന്നെ നമുക്കും കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം. അപ്പോൾ ദേ ഇവിടെ പാലുദ്ഘാടനം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മാസം പാലുദ്ഘാടനം. അപ്പോൾ അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് മന്ത്രിയൊക്കെ വന്നെ ചെയ്യാനായിട്ട്. അപ്പോൾ അവരവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടോ. പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല, അവിടെ അതിന് മാത്രം സാധനങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് കളിക്കാം കുറച്ച് നേരം. അതെനിക്ക് ഇരുന്ന് കളിക്കാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാമല്ലോ. ആ നേരത്തെ അവിടെ ഒരുപാട് പേര് വരും കേട്ടോ കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട്. നടക്കാവ് റൂട്ടിലാണിത്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട് കേട്ടോ. വൈകിട്ടാകുമ്പോഴേക്കും മിക്ക സമയങ്ങളിലും ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇവരവിടെ കളിക്കുകയും ചെയ്തോളും, നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്യാം. വീട്ടിൽ ഈ അടച്ചു മൂടി ഇരിക്കണേലും ഭേദമല്ലേ അവിടെ പോയി ഇരിക്കണേ. അപ്പോൾ ഇവർക്ക് ഇച്ചിരി നേരം രണ്ടുപേർക്കും കൂടി ഓടി കളിക്കുകയൊക്കെ ചെയ്യാം. വേറെ പിള്ളേരും ഒക്കെ വരാറുണ്ട്. അപ്പം ഞങ്ങളും അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കും. അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ പാടത്തിൻ്റെ അരികായതുകൊണ്ട് കാറ്റും കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇതേ ഇത്രയേ ഉള്ളൂ, കളിക്കാനതിന് മാത്രം സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിങ്ങൾക്ക് അതൊക്കെ മതിയല്ലോ. ഇതിങ്ങിപ്പോൾ അതിൽ കയറി രണ്ടുപേരും കൂടി ഊർന്ന് കളിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലുണ്ട് കേട്ടോ. ഞാനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടാൻ പോയിട്ടോ. അമ്മൂസ് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. ഞങ്ങളുടെ വാലൻ്റൈൻ അല്ലേ ഞാൻ, അപ്പോൾ വീഡിയോസൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ അമ്മൂസ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നടക്കുക, എന്തിലാണ് കയറണ്ടേന്ന് നോക്കാനൊന്നുമില്ല. അതിന് മാത്രം സാധനമൊന്നും ഇല്ല, ആകെ അത് മാത്രമേ ഉള്ളു. എന്നാലും അപ്പോൾ അമ്മു ഇങ്ങനെ നോക്കി നടക്കുക. പിന്നെ അമ്മ അങ്ങോട്ട് പോയി. അമ്മ പോണ പുറകെ തന്നെ കണ്ണനും പോകും കേട്ടോ. അപ്പോൾ കണ്ണൻ അവിടെ എന്തോ ബോൾ എറിയുന്നൊരു സാധനം അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഇടാനായിട്ട് കല്ല് പിറക്കുക. ബോളൊന്നും അവിടെ ഇല്ല, ഉണ്ടായി കാണുമായിരിക്കും. ചിലപ്പോൾ പിള്ളേരൊക്കെ കളിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അവനെടുത്ത് കല്ലിട്ടിട്ട് അവൻ ഓടുക കേട്ടോ. അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമോ ചെയ്യാനായിട്ട്. കണ്ണൻ പിന്നെ ആ വഴി വേറെ എന്തൊക്കെയോ കളിക്കാൻ പോയി. അപ്പം അമ്മ ഊഞ്ഞാലാടാൻ കയറി. അപ്പം അമ്മുവിന് ഊഞ്ഞാലാടാൻ കാലെത്തില്ലാത്തതുകൊണ്ട് അമ്മു എന്നെ വിളിച്ചു ഊഞ്ഞാലാട്ടിക്കൊടുക്കാൻ. അപ്പം ഞാൻ ചെന്ന് അമ്മുവിന് ഊഞ്ഞാലാട്ടി കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം അമ്മ ഓടി ഇരുന്ന് ഊഞ്ഞാലാടി. ഈ പാടത്തിൻ്റെ അരികായതുകൊണ്ട് നമുക്ക് നല്ല കാറ്റൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് അമ്മ കുറച്ച് നേരം ഊഞ്ഞാലാടി കഴിഞ്ഞപ്പോൾ ഞാൻ കയറിയിരുന്ന് ആടാൻ പോയിട്ടോ. കുറച്ച് നേരം ഞാനും കുറച്ച് നേരം ഊഞ്ഞാലാടി. എനിക്ക് അധികം നേരം ഊഞ്ഞാലാടാൻ പറ്റില്ല, എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ അധികം നേരം ആടിയില്ല. പിന്നെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി തുടങ്ങി കേട്ടോ. 7 മണിയായി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷെ ഇതിങ്ങെങ്ങാനും ഇറങ്ങുമോ? ഇത്